കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാട്ടരാഗത്തിലുള്ള ഗണപതിയെക്കുറിച്ചുള്ള കീർത്തനം പഠിച്ചല്ലോ. ഇനി അതിൻ്റെ ബാക്കിയായിട്ട് ഒന്നാമത്തെ സംഗതിയാണ് പഠിച്ചത്. ഇനി രണ്ടാമത്തെ സംഗതി, ഒന്നാമത്തെ സംഗതിയും രണ്ടാമത്തെ സംഗതിയും കൂടി സ്വരവും സാഹിത്യവുമായിട്ട് നമുക്ക് പാടി നോക്കാം. ആരോഹണ അവരോഹണം പാടിയിട്ട് സരി ഗ മ പധ നി സ സാ നി പ മ ഗ മ രെ സ. സരി ഗ മ പധ നി സ സാ നി പ മ ഗ മ രെ സ. മ പ മ മ ഗ പ മ രെ സ നി സ സ സരി ഗ മ മ ഘ ഗണപതിം മനസാ സ്മരാമി. അടുത്തത് രണ്ടാമത്തെ സംഗതിയിലെ സ്വരം മ ഘ മ പ മ ഘ ഗണപതിം മ ഘ മ പനി മ പനി പ മ പനി മ പ മ ഘ മ പനി മ പ മ ഘ ഗണ മ മ ഗ മ പനി മ പ മ ഘ ഗണ പതിം പമ രേ പതിം മ പനി മ പ മ ഘ മ മ ഗ ഗണ പമ രേ പതിം മ പനി മ പ മ മ ഗ പമ രേ മ പനി മ പ മ പനി മ പ മ മ ഗ പമ രേ മ പനി മ പ മ മ ഗ പമ രേ മ ഘ ഗണപതിം മ പനി മ പ മ ഘ മ പനി മ പ മ ഘ ഗണപതിം മ പനി മ പ മ മ ഗ പമ രേ മ ഘ ഗണപതിം മ ഘ ഗണപതിം മ ഘ ഗണപതിം മ പനി മ പ മ മ ഗ പമ രേ മ ഘ ഗണപതിം. സരി സ സരി ഗ മ മനസാ സ്മരാമി മ പനി മ പ മ മ ഗ പമ രേ സരി സ സരി ഗ മ ഘ ഗണ മ ഘ ഗണപതിം മനസാ സ്മരാമി മ ഘ ഗണ മ പനി മ പ മ ഘ ഗണപതിം മനസാ സ്മരാമി. ഇനി നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂടെ ഒന്നുകൂടി ഒന്ന് പാടി നോക്കാം. മ ഘ ഗണ ആദ്യമേ സ്വരം ഒന്ന് പാടി നോക്കിയിട്ട് സാഹിത്യം. മ പ മ മ ഗ പമ രേ സ നി സ സരി ഗ മ പനി മ പ മ മ ഗ പമ രേ സരി സ സരി ഗ മ ഘ ഗണപതിം മനസാ സ്മരാമി മ ഘ പനി മ പ മ ഘ ഗണപതിം മനസാ സ്മരാമി.
ഞാൻ പഠിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളും പഠിക്കേണ്ടത്. അപ്പം ഞാനും ഇപ്പോൾ സ്വരവും സാഹിത്യവുമായിട്ട് പഠിച്ചാണ് നിങ്ങളെ പാടി കേൾപ്പിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ സ്വരവും സാഹിത്യവും ഇതുപോലെ പഠിച്ചിട്ട് നല്ലതായിട്ട് പാടണം.